ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. പുതിയ ചലഞ്ചല്ല, രണ്ടാമത്തെ ചലഞ്ച്. ഇതിപ്പോൾ കാണുമ്പം മനസ്സിലാവുന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത് നൂഡിൽസ് ആണ്. മാഗി നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പച്ചയായ നൂഡിൽസ് വേറെ ഒന്നും ചേർത്തില്ല. ചലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണോ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഇത് നൂഡിൽസ്, ഇപ്പം നൂഡിൽസ് കഴിക്കുമ്പം എന്താണ് ഇത്ര വലിയ കാര്യം എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെ നിസ്സാരമായിട്ടുള്ള ചലഞ്ചല്ല ഇത്. ശരിക്കും നമ്മൾ കഴിക്കേണ്ടത് ഇടത് കൈ കൊണ്ട് പരന്ന പാത്രത്തിൽ നിന്ന് കോരി കഴിക്കണം. അത് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിനുള്ളിൽ നമ്മൾ കഴിക്കണം. 1 മിനിറ്റിനുള്ളിൽ മാക്സിമം ആര് തീർക്കും, അതാണ് ചലഞ്ച്. മിക്കവാറും ഏട്ടൻ തന്നെ തീർക്കുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നമുക്ക് പറ്റിയാലും ഇടത് കൈ ഉണ്ടോ? ഞാൻ ഇടത് എക്സ്പെർട്ട് ഒന്നും അല്ല. അപ്പോൾ എല്ലാവരും കഴിക്കുന്നത് എനിക്ക് ഇടത് കൈയാണ്. എനിക്ക് ഇടത് കൈ ഒന്നും ശരി കേട്ടോ. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഇടത് കൈ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ എനിക്ക് ഇടതുകൊണ്ട് എഴുതാൻ പറ്റും. അതുപോലെ ചിലപ്പം വാരി കഴിക്കാനും പറ്റുമായിരിക്കും. അപ്പം നമ്മൾ ഇടത് കൈ കൊണ്ട് വാരത്തിക്കണം. വലത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. വലത് യൂസ് ചെയ്യാനേ പാടില്ല. അണ്ണാക്കി കുടിക്കാനും പാടില്ല. ഇത് ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചലഞ്ചുകളൊന്നും ജീവന് ആപത്തായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ഭയങ്കര കടുകട്ടിയാണ് ശ്വാസം മുട്ടുന്ന ചലനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പം വെള്ളം കുടിച്ചോണം കേട്ടല്ലോ. അപ്പം നമുക്ക് ടൈമർ സെറ്റ് വെച്ചിട്ടുണ്ട്. 59 സെക്കൻഡ് കേട്ടോ. 59 സെക്കൻഡ് ടൈം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കൈ ഓൾറെഡി ഇതിനകത്ത് എൻഗേജ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും. അപ്പം ഏട്ടൻ്റെ കൈ പലത് കൈ കാത്തു വെക്കണം, യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം തമ്പുരാനെ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ ഇടതുകൾ വെച്ചപ്പോൾ ഇത്ര നൂഡിൽസ് 2 പേർക്കും കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. നോക്കുമ്പോൾ അറിയാം, ഒരു രക്ഷയില്ല. ഒരു പകുതി പോലും ആയില്ല. നൂഡിൽസിൻ്റെ അളവിലെടുത്ത പാകതയായിട്ട് ഞാനത് കണക്കാക്കുന്നു. അപ്പം ഞങ്ങളൊരു വിചാരിച്ചതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് ആരാദ്യം കഴിച്ചു തീർക്കും, ടൈമർ സെറ്റ് ചെയ്തിട്ട് ആരാദ്യം കഴിച്ചു തീർക്കും എന്നുള്ള രീതിയിലോട്ട് ആക്കിയാലോ ഏട്ടാ. ഇപ്പം അതായിരിക്കും അടിപൊളി പരിപാടി. അപ്പം നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ എടുക്കാൻ പോകുന്നത് വലത് വേണ്ട തന്നെയാണോ? ഓക്കെ, ഇടത് വേണ്ട തന്നെ. ഇടത് വേണ്ട ആര് പെട്ടെന്ന് കഴിച്ചു തീർക്കും, അതാണ് ഇനിയിപ്പം നമ്മൾ അടുത്ത ട്വിസ്റ്റ്. കാരണം ഇത് ഒന്നും ആയില്ലല്ലോ. അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് വാച്ച് ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ കഴിച്ചു തുടങ്ങി. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം സ്റ്റാർട്ട് കൊടുക്കാമാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വീണ്ടും തോറ്റിരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് 1 സെക്കൻഡ് 1 സെക്കൻഡ്
26 മില്ലി സെക്കൻഡ് കൊണ്ട് ഏട്ടനത് ഫിനിഷ് ആക്കിയിരിക്കുന്നു. കുറച്ചൊക്കെ എൻ്റെ താഴെ പോയി ഉണ്ടല്ലേ. ഇത്ര ഇത് ഞാൻ അത്ര വലിയ തോൽവിയൊന്നുമല്ല കേട്ടോ, ധൈര്യമായ തോൽവിയൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ട എത്ര വെയിറ്റ് ഉണ്ട്. ഏട്ടൻ്റെ പാക്കറ്റ് കാണിക്കും. ഞാൻ എന്നോട് എനിക്ക് ഇടയ്ക്ക് ഞാൻ ഇതായെങ്കിലും കുറച്ചും കൂടെ ഇതാക്കുമെന്നെങ്കിൽ ഞാനിങ്ങനെ ഇതായാലും പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചലഞ്ച്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ഇടത് കൈ കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തിന്നാൻ തീർക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ എടുത്ത ന്യൂഡിൽസിൻ്റെ അളവ് കൂടിപ്പോയത് കൊണ്ട് ഞങ്ങളതൊന്ന് മാറ്റിയതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഫോർക്ക് ഇല്ലാണ്ട് ഇടത് കൊണ്ട് എടുക്കുന്നത് ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് പരന്ന പാത്രത്തിൽ. ബൗളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇതാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് മുന്നോട്ട് വരാൻ ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുമ്പം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ടാറ്റാ, ബൈ ബൈ. നെറ്റ് പറയുന്നില്ല.